ശ്രീ ബേസിൽ പാറേക്കുടി, ഞാൻ ഡയറക്റ്റ് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഡയറക്റ്റ് ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്ന നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അതാണ് സമരവേദിയിൽ നിന്നും ഉയരുന്ന ഒരു മുദ്രാവാക്യം. നേപ്പാൾ പോലെയാകണം, ബംഗ്ലാദേശ് പോലെയാകണം, ശ്രീലങ്കയെ പോലെയാകണം ഭാരതം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡിൽ മറുപടി പ്ലീസ്. അതായത് എല്ലാത്തിനെയും അഡ്രസ് ചെയ്തു, ഭംഗിയായി സർക്കാർ ഒക്കെ പരിഗണിക്കും, മനോഹരമായി ചെയ്യുമെന്നാണ് ഉല്ലാസ് ബാബു പറഞ്ഞത്. 22 ദിവസമായിട്ട് സർക്കാർ പരിഗണിച്ചിട്ട് ഉല്ലാസ് ബാബു ആ കുട്ടികളെ, ഉദ്യോഗാർത്ഥികളെ, ആ വിദ്യാർത്ഥികളെ കൊന്നു തിന്നു BJPയുടെ ഗവൺമെന്റ്. എന്നിട്ടാണോ പരിഗണിക്കുമെന്ന് ഉത്തരം പറയുന്നത്? രണ്ടാമത്തെ കാര്യം, ഞാൻ എന്റെ ആൻസർ ഒക്കെ പെട്ടെന്ന് തീർത്തോളാം. രണ്ടാമത്തെ കാര്യം, വർഗീയത എന്നൊരു ചീട്ടില്ലാതെ എത്ര വർഷം നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നു? BJP സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞതിന് ശേഷം BJP ജൂൺ 6 മുതൽ ഇത്രയും ദിവസം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എന്റെ അടുക്കായിരുന്നു. അയാൾക്ക് അഭിമാനമായിരുന്നില്ലേ? അയാൾ എന്താ സാധിക്കാഞ്ഞത്? തന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നുവെന്ന് ഭാരതത്തിനകത്ത് പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് താങ്കളുടെ പ്രതിപക്ഷ നേതാവ് എവിടെ നോക്കിയിരിക്കുകയായിരുന്നു? അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നില്ല, രാജ്യം ചുറ്റുകയായിരുന്നോ? എന്താ ചോദിക്കാത്ത? ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന സമീപനം മാറ്റു. ബേസിലെ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു? പാർലമെന്റ് സമ്മേളനത്തിന് തലേ ദിവസമാണ് ഇവിടെ വന്നിറങ്ങിയത്. അതിനു മുമ്പേ ഇവിടെ സമരം നടക്കുകയല്ലേ? ഇതുപോലെ സംസ്കാരമില്ലാത്ത ആളുകളെയൊക്കെ, ഇത്ര സംസ്കാരരഹിതരായ ആളുകളെ ഈ ചർച്ചയ്ക്ക് വിടുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് ആദ്യം പറയേണ്ടത്. കേരളത്തിന്റെ കോൺഗ്രസിന്റെ മീഡിയ സെല്ലിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്താതെ തരമില്ല. കാരണം ശ്രീ ബേസിൽ പാറേക്കുടി എന്ന് പറയുന്ന കോൺഗ്രസ് വക്താവായി വരുന്ന ആൾ മര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ബംഗ്ലാദേശിലും സമീപകാലത്ത് കണ്ട രാഷ്ട്രീയ അസ്ഥിരതകളൊക്കെ അട്ടിമറികൾ നമ്മൾ കണ്ടതാണ്. തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ടൂൾ കിറ്റ് ഭാരതത്തിലും പ്രയോഗിക്കുകയാണ്. അതാണ് ജന ഡിബേറ്റിൽ ഈ ചർച്ചയുടെ ഭാഗമായി ഉന്നയിച്ചത്. അത് പറയുമ്പോൾ ബേസിൽ പാറേക്കുടിയെ പോലുള്ള ആളുകൾക്ക് മറുപടി ഉണ്ടാകില്ല. അതിന് പകരം സംസ്കാരരഹിതമായി പെരുമാറുന്ന ചില വക്താക്കളെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഇറക്കുമതി ചെയ്തു തരുന്നത്.